ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LTV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൂമിയും സത്യനും കൂടെ നിന്ന് സംസാരിക്കുക. അപ്പോൾ അതേ ചെറുതായിട്ടൊക്കെ മദ്യം കഴിക്കുന്നതിൻ്റെ പേരിൽ ഭൂമി അദ്ദേഹത്തെ ശകാരിക്കുകയാണ്. നല്ലൊരു മനുഷ്യനായതുകൊണ്ട് നശിച്ചു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്ന് ഭൂമി പറയുക കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ സത്യനും തലയാട്ടി. ഞാൻ മദ്യം കുറയ്ക്കാൻ ശ്രമിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ മോള് വന്നത് വെറുതെ വന്നതാണോ എന്ന് ചോദിച്ചപ്പം അല്ല. അങ്ങനെ ഭൂമിയും കൊണ്ട് അദ്ദേഹത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ എന്താ മോളെ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ നാളെ എൻ്റെ വീട്ടിൽ ഒരു വിരുന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അച്ഛൻ്റെ ദിവസമാണെന്നാണ് വിരുന്നിൻ്റെ പേര് എന്ന കാര്യം ഭൂമി ഇങ്ങനെ പറയാം കേട്ടോ. സാറ് വരണമെന്നും അച്ഛൻ്റെ നിർബന്ധമാണെന്ന് പറഞ്ഞപ്പം അച്ഛൻ്റെ മാത്രം നിർബന്ധമാണോ എന്ന് സത്യൻ ചോദിച്ചപ്പം അയ്യോ എൻ്റെയും കൂടിയാണ് എന്ന് ഭൂമി പറഞ്ഞു. അപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞു സത്യൻ. പ്രോമിസ് ഞാൻ ഉറപ്പായും വരാമെന്ന് സത്യൻ. അങ്ങനെ നമ്മുടെ ഭൂമിയായിട്ട് സംസാരിച്ചു. ഭൂമി എന്നിട്ട് അവിടുന്ന് പോരും കേട്ടോ. പോരാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പം സത്യന് ടാറ്റയൊക്കെ കൊടുത്ത് ഭൂമി അങ്ങ് പോയി. പിന്നെ ഭൂമി നേരെ വീട്ടിലേക്ക് എത്തി. ഇതെന്താ മോളെ ഇത്രയും വൈകിയതെന്ന് അച്ഛേട്ടൻ ചോദിക്കുക. ഞാൻ പോയത് എന്ത് കാര്യത്തിനാണെന്ന് അച്ഛൻ അറിഞ്ഞുകൂടെയെന്ന് ചോദിച്ചു. മോളെ നോക്ക, സൗഭാഗ്യപുരത്ത് മുത്തശ്ശിയൊക്കെ വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചപ്പം മുത്തശ്ശിയെ മാത്രമല്ല തൂണിനെയും തുരുമ്പിനെയും വരെ വിളിച്ചിട്ടുണ്ട്. എന്താ പോരെ? സത്യൻ സാറിനെയോ? സാറ് വരും. അതെ, ഇന്ന് എന്നോട് ചോദിച്ചേ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. അത് പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ജന്മത്തിൽ സാർ എൻ്റെ അച്ഛനായിരുന്നിരിക്കും എന്ന്. അത് കേട്ടപ്പോൾ അച്ഛനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കേൾക്കുക. മനസ്സിൽ ശരിയാ, സത്യൻ സാർ അച്ഛനാ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം KJ അച്ഛൻ, കഴിഞ്ഞ ജന്മത്തിലെ അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമി അന്നേരം പറഞ്ഞു. അപ്പോഴത്തേക്ക് അംബിക അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. വന്നോ എന്നും ചോദിച്ചേ. അമ്മേ, നാളത്തെ ഫംഗ്ഷൻ്റെ എല്ലാ കാര്യവും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് ഭൂമി പറയാം. അവരതൊക്കെ വന്നങ്ങ് ചെയ്തോളും. അമ്മ സഹായിക്കാനൊന്നും നിൽക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. പുറത്താ കോൺട്രാക്ടർ. അപ്പം അപ്പം ഫുഡിൻ്റെയൊക്കെ കാര്യമോ? അതെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് ഭൂമി പറയാം. നാളെ ഇവിടെ ആഹാരം ഉണ്ടാക്കലൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. എത്ര പേരുണ്ടാകുമെന്ന് ചോദിച്ചപ്പം ഓരോ 10-35 പേരെങ്കിലും കാണുമായിരിക്കും എന്നും പറഞ്ഞിങ്ങനെ ഭൂമി. ആ സമയം പിന്നെ നോക്ക്, ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റേജൊക്കെ വേണം. അതും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന കാര്യമൊക്കെ പറയാം. അച്ഛൻ്റെ ഫോട്ടോയും ഫാദേഴ്സ് ഡേ എന്ന ബോർഡും വേണമെന്നും. അപ്പോൾ അല്ല, എൻ്റെ ഫോട്ടോയൊക്കെ വേണോ? പിന്നെ എൻ്റെ അച്ഛൻ വേറെ ആരെങ്കിലും ആണോ എന്ന് ഭൂമി അന്നേരം ചോദിക്കുക. അപ്പോഴത്തേക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ രണ്ടുപേരോട് നോക്കുക, അംബികയും അച്ചുവേട്ടനും കൂടി. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ ഭൂമി നോടി ക്ഷീണിച്ചതിൻ്റെ കഥയൊക്കെ പറഞ്ഞ് നിൽക്കുക. അപ്പോൾ അച്ചുവേട്ടനല്ലെങ്കിൽ നീ എൻ്റെ മകളല്ലോ, അങ്ങനെയാണെങ്കിലോ രണ്ടിനെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഭൂമി പറയാം. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുക കേട്ടോ. വാ കഴിക്കാൻ, എനിക്ക് വിശക്കുന്നുണ്ട്, വന്നേ വാ എന്നും പറഞ്ഞുകൊണ്ട് ഭൂമി അകത്തേക്ക് കയറി പോകണം. അങ്ങനെ ഭൂമി അകത്തേക്ക് കയറി പോയപ്പോൾ ഇവർ രണ്ടുപേരോട് ഇങ്ങനെ നിൽക്കുക. പിന്നെ അവിടെ കഞ്ഞിയും കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ച് നമ്മുടെ ഭൂമിക്ക് വിളമ്പി കൊടുക്കും അവർ രണ്ടുപേരുവേ. ഇന്ന് ഒരുപാട് കറികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവരുടെ ഊണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭൂമി എന്നെ അന്താളിച്ചു. ഇത് എന്ത് പറ്റി ഇന്ന് ഇത്രയും കൂട്ടം കറികളൊക്കെ ഉണ്ടാക്കാൻ? തുടങ്ങാം നമുക്കെന്നാ എന്നും പറഞ്ഞ് ഭൂമി പറഞ്ഞനുസരിച്ച് ഇവരെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നു. അങ്ങനെ ഇവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കിപ്പോൾ ബൈബിളിലെ ഒരു രംഗമാണ് ഓർമ്മ വരുന്നത് എന്ന് അച്ചുവേട്ടൻ പറയുക. അവസാനത്തെ അത്താഴം. അപ്പോൾ അത് കേട്ടപ്പോൾ ഭൂമി ഇങ്ങനെ ഞെട്ടി. ഭൂമി ഇങ്ങനെ നോക്കുന്നതുപോലെ അംബിക ഇങ്ങനെ നോക്കുക കേട്ടോ. ഭൂമിയെയും അതുപോലെ അച്ചുവേട്ടനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി. എന്താ പറഞ്ഞേ? അവസാനത്തെ അത്താഴം എന്നല്ലേ? അപ്പം അച്ചുവേട്ടനെ ഇങ്ങനെ ദയനീയമായിട്ട് ഭൂമിയെ നോക്കുക. ഭൂമി അന്നേരം അവിടെ നിന്ന് എഴുന്നേറ്റു. ഭയങ്കര സങ്കടമായിപ്പോയി ഭൂമിക്ക്. അതെ, ഭൂമി അവിടെ നിന്ന് കരയുക. ഇങ്ങ് വന്നേ, എന്നതായത്, വാ ഒന്നിരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഭൂമി അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. അപ്പോൾ അംബികയും ഭൂമിയെ സമാധാനിപ്പിക്കാം. ഇങ്ങനെ ഇതുപോലത്തെ തമാശകളൊന്നും ഇനി പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ഭൂമിക്ക് അംബിക വാരി കൊടുക്കുകയാണ്. അങ്ങനെ മോൾക്ക് അച്ഛനും അമ്മയും വാരി കൊടുക്കുന്നു, അച്ഛനും അമ്മയ്ക്കും മോളും വാരി കൊടുക്കുന്നു. അവരങ്ങനെ സന്തോഷത്തോടു കൂടി അവിടെ ഇരിക്കാം. പിറ്റേ ദിവസമായി അവിടെ സ്റ്റേജൊക്കെ ഇട്ടു, എല്ലാം അലങ്കരിച്ചു, ആൾക്കാരെയൊക്കെ വിളിച്ചു. അങ്ങനെ ആൾക്കാരൊക്കെ വരുന്നു. നമ്മുടെ ഭൂമി അവിടെ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങുന്നു. ഇങ്ങനെ ഭൂമി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അംബിക അങ്ങോട്ടേക്ക് വന്നു. അമ്മേ, എങ്ങനെയുണ്ട്? ഇന്ന് ഡോട്ടേഴ്സ് ഡേ അല്ല, ഫാദേഴ്സ് ഡേ ആണ് കേട്ടോ. അച്ഛനെയാണ് നമ്മൾ ഒരുക്കേണ്ടതെന്ന് പറഞ്ഞപ്പം അച്ഛൻ പറയണത് ഇന്നിപ്പോൾ മോളുടെ ദിവസമാണെന്നാ, മോളെ നന്നായിട്ട് ഒരുങ്ങണമെന്നാ. അപ്പം ഞാൻ ഗ്ലാമർ ആണല്ലോ, അച്ഛൻ്റെയും അമ്മയുടെയും സൗന്ദര്യം എനിക്കല്ലേ കിട്ടിയിരിക്കുന്നത് എന്ന് നമ്മുടെ ഭൂമി ഇങ്ങനെ പറയുമ്പോൾ അംബികയുടെ മുഖം അങ്ങ് വല്ലാതായി. അംബിക ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണേ ഞാനിങ്ങനെ ഇരുന്ന് വന്നത്, ഒരുങ്ങുന്നത് എന്നൊക്കെ ഭൂമി പറയാം. ഇനി കണ്ണാടി നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കണ്ണാടി നോക്കിയപ്പം ഞാൻ നോക്കാം എന്നും പറഞ്ഞു ഭൂമി കണ്ണാടിയിൽ നോക്കി. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് അംബികയുടെ നേരെ നോക്കിയപ്പോൾ സുന്ദരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ, എൻ്റെ കണ്ണാടി അഭിപ്രായം പറഞ്ഞു എന്ന് ഭൂമി ലക്ഷ്മി ചേച്ചിയോട് പറയാം.
അമ്മേ അച്ഛനെ ഒരുക്കി ആദ്യം സുന്ദരനാക്കി കൊണ്ടുവരണം. എനിക്ക് അഹങ്കാരത്തോടെ പറയണം, ഇതാണ് എൻ്റെ അച്ഛനും അമ്മയെന്ന് എന്ന് പറഞ്ഞിങ്ങനെ ഭൂമി അവിടെ നിന്ന് പോയി. അംബിക സങ്കടപ്പെട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് വന്നവരുടെയൊക്കെ ഇടത്തേക്ക് നമ്മുടെ ഭൂമി ചെല്ലി എല്ലാവരും കൂടി ഇരിക്കട്ടോ എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കാനൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ ആഗ്രഹം സാധിച്ചു. നിങ്ങൾ 4-5 വർഷം സ്വപ്നം കണ്ടുണ്ടാക്കിയ ചിത്രം ആദ്യ ദിവസം തന്നെ 18 നിലയിൽ പൊട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭൂമിയുടെ കൂടെ വന്നവർ, അതായത് ഭൂമി വിളിച്ചിട്ട് വന്നവരോട് ഇങ്ങനെ ഭൂമി നിന്ന് സംസാരിക്കുക കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൗഭാഗ്യപുരത്തുള്ള എല്ലാവരും വന്നു. അപ്പോൾ എല്ലാവരും വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരും ചെന്ന് അവരെ സ്വീകരിക്കുക. പ്രത്യേകിച്ച് ഭൂമി ഇങ്ങനെ അവരവിടെ വന്നിരിക്കുന്നു. ഈ സമയത്ത് അച്ചുവേട്ടൻ അകത്തിരിക്കും കേട്ടോ. അച്ചുവേട്ടൻ്റെ അടുത്തേക്ക് അംബിക ചെല്ലുന്നു. അംബിക ചെന്ന് ഇതുവരെ റെഡിയായില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അച്ചുവേട്ടൻ ഇങ്ങനെ അംബികയെ അതെ ആകെ ഒരു മരവിപ്പാണെന്ന് പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം അംബിക ചെന്ന് അച്ചുവേട്ടൻ്റെ അടുത്തിരുന്നിട്ട് ഇങ്ങനെയൊന്നും പറയല്ലേ, അച്ഛനും വലിയ ഗ്ലാമർ ആക്കണമെന്നാണ് മോള് പറഞ്ഞിരിക്കുന്നതെന്ന കാര്യം പറയാം, അമ്മയും ഗ്ലാമർ ആകണമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും അംബിക പറയാം. എന്നിട്ട് ഇതാണ് അവളുടെ അച്ഛനും അമ്മയെന്ന് അഹങ്കാരത്തോടെ അവൾക്ക് പറയണം എന്ന് അവൾ പറഞ്ഞതെന്ന കാര്യം പറയാം. അവളുടെ അച്ഛനെ ഏൽപ്പിച്ചാലും അവൾ പോവില്ല അച്ചുവേട്ടാ എന്നിങ്ങനെ അംബിക അച്യുതനോട് പറയാണ്. അവൾ പറയും ഇതാണ് എൻ്റെ അച്ഛനും അമ്മയെന്ന് അവൾ അങ്ങനെ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരും അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അജയ് അങ്ങോട്ടേക്ക് വന്നു. ഹലോ സാർ, സ്വാഗതം സാറിന് പറഞ്ഞാൽ ഭൂമി ചെല്ലുക. ഇന്ന് ഭൂമിയുടെ വെഡ്ഡിങ് ആണോ? ഡെക്കറേഷനൊക്കെ കണ്ടിട്ട് അങ്ങനെയാണല്ലോ തോന്നുന്നത് എന്ന് അജയ് പറയുമ്പം എങ്കിലേ ക്ഷണിക്കാതെയാ സാറ് വന്നിരിക്കുന്ന കേട്ടോ നമ്മുടെ ഭൂമി. അങ്ങനെ വരാൻ പറഞ്ഞ് ഭൂമി നമ്മുടെ അജയെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോകണു. അങ്ങനെ അജയ് അവിടെ കൊണ്ടുവന്ന് ഇരുത്തി. അങ്ങനെ എല്ലാവരും ഇരിക്കുന്നു. ആ സമയത്ത് അച്യുതൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. എല്ലാവരുടെ നേരെ കൈയൊക്കെ കൂപ്പി ഇങ്ങനെ നിൽക്കുക. പ്രത്യേകിച്ച് സൗഭാഗ്യവതി അമ്മയുടെ അടുത്ത്. അപ്പോൾ അച്യുതനെ ഭാഗ്യവാനാ, ഭൂമിയുടെ മുഖശ്രീ പോലെ തന്നെയാണ് മനസ്സെന്നുള്ള കാര്യം പറയാം. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ എൻ്റെ പേരക്കുട്ടിയായിട്ട് അങ്ങ് കൊണ്ടുപോയിക്കോട്ടെ, തരുമോ എന്ന് ചോദിച്ചപ്പോൾ തരാമല്ലോ എന്ന് അച്യുതൻ എന്നും പറഞ്ഞപ്പോൾ ഭൂമി തരില്ല എന്നുള്ള അർത്ഥത്തിലാണ് തരാമെന്ന് പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് സൗഭാഗ്യവതി അമ്മ പറയാം. ആ സമയത്ത് ഭൂമി അകത്തുനിന്ന് വിളിച്ചു അമ്മ. അപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഭൂമി അകത്തേക്ക് കയറിപ്പോയി. പിന്നെ വന്നവരെയൊക്കെ സ്വീകരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സത്യൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അച്യുതേട്ടൻ ഓടി ചെല്ലുക, വരൂ സാർ, സാറാണ് ഇന്ന് ഇവിടുത്തെ പ്രധാന ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാനോ എന്നത്തെ ചീഫ് അച്യുതനല്ലേ? അപ്പോൾ ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞപ്പം അതെ ഫാദേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. അല്ല ഭൂമി എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ വിളിക്കാൻ സാർ വരുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവിടെ കൊണ്ടുവന്ന് അച്യുതനെ ഇരുത്താം. എൻ്റെ ദൈവമേ ഇത് എന്നതാ സംഭവം, ഇതൊന്ന് കാണാൻ എന്നെ കൊണ്ട് പോയി. ഇനിയിപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ കയറി വാഴ്ത്താൻ തുടങ്ങുമെന്നും പറഞ്ഞു. ഇന്നലെ അവിടെ അടിയിടിയും കാണാൻ വന്ന ചേച്ചിയും ചേട്ടനും കൂടെ നിന്ന് ഇങ്ങനെ പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കുശുമ്പും കുന്നായ്മയൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്നു. ഇതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അച്യുതനും അംബികയും അതുപോലെ നമ്മുടെ ഭൂമിയും കൂടെ സ്റ്റേജിൽ കയറി നിൽക്കുന്നു. അപ്പോൾ ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അസാധാരണമായിട്ടുള്ളൊരു ചടങ്ങാണെന്ന് അച്ചുവേട്ടൻ പറയാം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തമാണിതെന്ന് അച്ചുവേട്ടൻ പറയുന്നു. അംബിക ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. ശേഷം സത്യനെ സ്റ്റേജിലേക്ക് വിളിക്കുക കേട്ടോ. അപ്പോൾ സത്യൻ കയറി പോകാൻ മടിക്കുമ്പോൾ സാർ വരണമെന്നും പറഞ്ഞിങ്ങനെ വിളിക്കുക. ആ സമയം ചെല്ലട സത്യ എന്നും പറഞ്ഞുകൊണ്ട് സൗഭാഗ്യവതി അമ്മ പറഞ്ഞു. അച്യുതൻ പറഞ്ഞനുസരിച്ച് അത് ഉദ്ഘാടനം നമ്മുടെ സത്യൻ തന്നെ ചെയ്യുന്നു. പിന്നെ സത്യൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നു. അപ്പം ഞങ്ങൾ ഭൂമിയെന്ന് വിളിക്കുന്ന ഭൂമിജ, ഞങ്ങളുടെ മോള് എന്നൊക്കെ പറഞ്ഞ് ഭൂമിയെ പരിചയപ്പെടുത്തുന്നു എല്ലാവരും. ഇവൾ നിങ്ങൾ കരുതുന്നത് പോലെ ഞങ്ങളുടെ മകളല്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും ഭൂമിയുടെ ഒക്കെ മുഖം വല്ലാതായി. അവിടെ ഇരുന്ന് എല്ലാവരുടെയും മുഖം വല്ലാതായി. എല്ലാവരും അന്താളിച്ചിങ്ങനെ നോക്കുവാണ്. ഞങ്ങളുടെ വളർത്തു മകൾ മാത്രമാണ് എന്ന് അച്ചുവേട്ടൻ പറയുന്നു. ഭൂമി ആകെ സ്തംഭിച്ചിങ്ങനെ നിൽക്കും. അവിടെ വന്നവരെല്ലാവരും അങ്ങനെ ഭൂമി അമ്മ എന്തൊക്കെ ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചു ഭൂമി ഇങ്ങനെ അംബികയോട് പറയും. അപ്പോൾ ഞങ്ങൾക്ക് ഭൂമി തെരുവിൽ നിന്ന് കിട്ടിയ കുട്ടിയാണ്, എടുത്ത് വളർത്തിയതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് അച്ചുവേട്ടൻ അങ്ങനെ പറയുന്നു. ഈ നിൽക്കുന്ന പൊന്നാണ് ഞങ്ങളുടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവളുടെ യഥാർത്ഥ അച്ഛനെ അവൾക്ക് കാണിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ അച്ഛൻ്റെ കൈകളിലേക്ക് അവളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണിത് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അങ്ങനെ ഇതെല്ലാം പറഞ്ഞു. അങ്ങനെ നമ്മുടെ അച്ചുവേട്ടൻ ആ ഒരു ഫോട്ടോയുടെ മറുവശത്ത് സത്യൻ്റെ ഫോട്ടോ ഒട്ടിച്ചിരുന്നു. ആ ഫോട്ടോ ഇങ്ങനെ തിരിച്ച് കാണിക്കുന്നു. അപ്പോൾ അത് സത്യൻ ഭൂമിയുടെ അച്ഛൻ എന്നുള്ളൊരിതിൽ അവിടെ കാണിക്കാം. ഭൂമി അന്തം വിട്ടിങ്ങനെ നോക്കി. എല്ലാവരും അന്തം വിട്ട്, എല്ലാവരും ഞെട്ടി വിറച്ച് പറഞ്ഞാൽ തീരാത്ത വികാരഭരിതമായിട്ടൊരു നിമിഷത്തിൽ കൂടെ അങ്ങനെ കടന്നു. അമ്മേ, അച്ഛാ, എന്താ ഇതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഭൂമി ഇവരോട് മാറി മാറി ചോദിക്കുക. അതിനുശേഷം ഭൂമി ഇങ്ങനെ സത്യനെ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുന്നു. അതുപോലെ തന്നെ സത്യനും ആകെ എന്നാ പറയുന്നത് തകർന്ന് തരിപ്പണമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഭൂമി ഇങ്ങനെ ഞാനണച്ചാന്നുള്ള രീതിയിൽ സത്യനെ ഇങ്ങനെ നോക്കുന്നു. മോളെ എന്നും പറഞ്ഞ് നെഞ്ചിൽ കൈവച്ച് നമ്മുടെ
സത്യനും. ആ സമയത്ത് അംബികയും അച്ചുവേട്ടനും കൂടെ പുറകിൽ ഇങ്ങനെ നിൽക്കുക. അച്ചുവേട്ടനാണെങ്കിൽ അംബികയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അംബിക ചങ്ക് പൊട്ടി കരയുന്നു കേട്ടോ. അജയും സത്യനും കൂടി ഇങ്ങനെ നിൽക്കുമ്പം ഭൂമി ഓടി സത്യൻ്റെ അടുത്തേക്ക് നിന്നു. മോളേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സത്യൻ ഇങ്ങനെ ഭൂമിയെ കെട്ടിപ്പിടിക്കുന്നു. ആ സമയത്ത് തകർന്നു പോയിട്ട് നിൽക്കുന്ന ആ നമ്മുടെ അംബികയെ ചേർത്ത് പിടിച്ച് അച്ചുവേട്ടൻ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ആ സമയം ഭൂമിയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ, സന്തോഷം കൊണ്ടുള്ളൊരിത്, അങ്ങനെ എന്നാ പറയണ്ടേ, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത, പറയാൻ വാക്കുകളില്ലാത്ത രീതിയിൽ ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ കടന്നു പോകുന്നു. സൗഭാഗ്യപുരംകാരെല്ലാവരും കൂടെ വന്ന് നമ്മുടെ ഭൂമിയെ വളഞ്ഞു, എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു. അതിനുശേഷം ഭൂമിയെയും കൊണ്ട് നമ്മുടെ സംഗീതി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഭൂമി സൗഭാഗ്യപുരത്തെ കുട്ടിയായി എന്നുള്ളൊരു കഥയും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. അത് ഒന്നുകിൽ അച്ചുവേട്ടൻ്റെ സ്വപ്നമാകാം, അല്ലെങ്കിൽ അംബികയുടെ സ്വപ്നമാകാം. അങ്ങനെയൊക്കെയാണ് കഥ. ഇതിനോടകം ഇനിയും ഒരുപാട് കഥകൾ വരാനുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.